ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ് എന്നാണെങ്കിൽ നിങ്ങൾ അത് പറയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണെന്ന് തൗഹീദ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന തൗഹീദിന്റെ ആളുകളെന്ന് പറയുന്നത് നിങ്ങൾ പറയൂ ജനങ്ങളോട്. അത് പറയാൻ അധിക സമയമൊന്നും വേണം. അതാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ് ജിന്നെങ്കിൽ ജിന്ന് ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ എവിടെയാണ് കിടക്കുന്നത്? ആരും വിളിക്കണ്ടല്ലോ. ജിന്ന് ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ പോലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ പ്രതീക്ഷിച്ചാൽ തന്നെ ശിർക്കിലായി. എത്ര ഗൗരവമുണ്ട് അത് പറയണ്ടേ? തൗഹീദും ശിർക്കും വേർതിരിയുന്നതിന്റെ അഭിപ്രായം പറയണ്ടേ നിങ്ങൾ തൗഹീദിന്റെ ആളുകളാണെങ്കിൽ? അതല്ല ഇപ്പുറത്താണെന്ന് പറയുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങൾ പറയേണ്ടി വരും. എന്തൊക്കെ ഞങ്ങൾ പറഞ്ഞു അത് മുഴുവൻ നിങ്ങൾ പറയേണ്ടി വരും. അത് മാത്രം തീരുമാനമാക്കിയാൽ മതി. രാവിലെ മുതൽ വൈകുന്നേരം വരെ പറഞ്ഞത് മുഴുവനും നിങ്ങൾ അത് തീരുമാനമാക്കാത്തതിന്റെ പേരിൽ മാത്രം. ഇപ്പോഴും തീരുമാനമല്ല. ആളുകൾക്ക് കിതാബ് വെച്ച് ക്ലിപ്പ് വെച്ച് പറഞ്ഞു കൊടുക്കുന്നവർക്ക് ഒരു വരി പറയാൻ ഇനി സാധിക്കേണ്ടത് വേണം. നമ്മളോട് ഇങ്ങനെ ആവർത്തി ചോദിക്കുന്ന ആളുകൾ ഇനി ചോദിക്കേണ്ടത്, നമ്മൾ എല്ലാവരും ചോദിക്കേണ്ടത്, ജിന്ന് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്താണോ ഇപ്പുറത്താണോ എന്ന് നിങ്ങൾ തീരുമാനമാക്കണമെന്നാണ് നമുക്ക് ചോദിക്കണം. ഒരു സഹായാർത്ഥന എപ്പോൾ ശിർക്ക് വരും വരൂല, ഇതാണ് നമ്മൾ ചർച്ചയുടെ മർമ്മം. ഈ മറുപടിന് മുമ്പ് നമ്മളൊക്കെ നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യം സൂചിപ്പിക്കുകയാണ്. എല്ലാവരും, മുജാഹിദുകൾ പ്രത്യേകിച്ചും. ജിന്നുകൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണോ അല്ലേ? ഇതിന് ഉത്തരം കിട്ടിയാൽ മതി നമുക്ക്. എന്നാൽ ക്ലിയർ ആയല്ലോ. ജിന്നുകൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണോ അല്ലേ? തൗഹീദ് മനസ്സിലാക്കിയ എല്ലാവരും പറയും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തല്ല. കാരണം അസ്ബാബിന് അതീതമായ കഴിവ് അല്ലാഹു തആലക്ക് മാത്രമേ ഉള്ളൂ, ഒരു പടപ്പിനുമില്ല. അപ്പം ജിന്നുകൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തല്ല, ഇപ്പുറത്താണ്. ഇനി എപ്പോഴാണ് തേട്ടം പ്രാർത്ഥനയാവുക? നമ്മൾ സമസ്തക്കാട് പണ്ടേ പറഞ്ഞു പോകുന്നതാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുണ്ട് വിശ്വസിച്ചാൽ ശിർക്ക് വന്നു, ആ നിലയ്ക്ക് തേടിയാൽ അത് പ്രാർത്ഥനയായി. അപ്പോൾ ജിന്നുകൾക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തെ കഴിവുണ്ട് വിശ്വസിച്ചാൽ ശിർക്കായി, ആ നിലയ്ക്ക് തേടിയാലോ ആ തേട്ടം പ്രാർത്ഥനയായി. രണ്ടാമത്തെ കൃത്രിമമാണ് കാണിക്കുന്നത്. ജിന്നുകൾ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമാണ് എങ്കിൽ ശിർക്ക്, അങ്ങനെ വിശ്വസിച്ചാൽ ശിർക്ക്, എങ്കിലേ ശിർക്കാകൂ. തട്ടിപ്പ് നോക്കൂ നിങ്ങൾ. ജിന്നുകൾ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമാണ് എന്ന് വിശ്വസിച്ചാലേ നമ്മുടെ സഹായത്തേട്ടം ശിർക്കാവുള്ളൂ. ഒരിക്കലും അങ്ങനല്ല. സലഫികൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിക്കുകയും ഇല്ല. കാര്യകാരണ ബന്ധത്തിന് അപ്പുറമാണെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. എന്നാൽ അത് മാത്രമല്ല ശിർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് മാത്രമല്ല ശിർക്ക്. എന്തുകൊണ്ടാണ് ജിന്നുകളോടുള്ള സഹായതേട്ടം ശിർക്കാണ് എന്ന് പണ്ഡിതന്മാർ കാരണം പറഞ്ഞത്? കാര്യകാരണ ബന്ധത്തിനപ്പുറം എന്ന് മാത്രമല്ല, നേരെ മറിച്ച് അന്നഹും ഗായിബൂന അൻക, ദുആഉൽ മലായിക, ദുആഉൽ ജിന്ന്, ജിന്നുകളോട് മലക്കുകളോടുള്ള ദുആ ശിർക്കാകാൻ കാരണം ഹാദാ ശിർക്കുൻ അക്ബർ, ഇത് വലിയ ശിർക്കാണ് എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ പറഞ്ഞ കാരണം എന്താണ്? അത് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം ജിന്ന് അള്ളയാണെന്ന് വിശ്വസിച്ചാലേ ശിർക്കാകൂ എന്നല്ല, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം മലക്ക് അള്ളയാണെന്ന് വിശ്വസിച്ചാലേ ശിർക്കാകൂ എന്നല്ല. എന്തുകൊണ്ടാണ് ജിന്നുകളുടെ സഹായത്തേട്ടം ശിർക്കാകുന്നത്? ലിഅന്നഹും ഗായിബൂന അൻക മശ്ഗൂലൂന ബിശുഊനിഹിം. ജിന്നുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്ന് ഗായിബാണ്, അഭൗതികമാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജിന്ന് അദൃശ്യമാണ്. മശ്ഗൂലൂന ബിശുഊനിഹിം, അവരവരുടെ ലോകത്ത് അവരുടേതായ കാര്യകാരണ ബന്ധത്തിൽ ഇടപെടുന്ന ആളുകളാണ്. എന്നാൽ നമ്മുടെ കാര്യകാരണ ബന്ധത്തിലേക്ക് അവരെ ബന്ധപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഹാദാ ശിർക്കുൻ അക്ബർ, ഇത് വലിയ ശിർക്കാണ്. അപ്പം ഈ തത്വം മറച്ചു വെച്ചിട്ടാണ് നേരെടുക്കുന്നത്. കാര്യകാരണ ബന്ധത്തിനപ്പുറമാണ് ജിന്ന് എന്ന് പറഞ്ഞാൽ ശിർക്ക്, അത് ശിർക്ക് തന്നെയാണ്. കാര്യം കാര്യകാരണ ബന്ധത്തിനപ്പുറം എന്ന് പറഞ്ഞാൽ ജിന്ന് അള്ളയാണെന്നാണ്. ജിന്ന് അള്ളയാന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരൂ എന്ന് പറഞ്ഞാൽ ജിന്നോട് തേട്ടം ശിർക്കാണ്. എത്ര കഷ്ടപ്പെടണം. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് ജിന്നിനോടുള്ള സഹായതേട്ടം ശിർക്കുൻ അക്ബറാണ്. കാരണം ലിഅന്നഹും ഗായിബൂന അൻക മശ്ഗൂലൂന ബിശുഊനിഹിം എന്നാണ്. ഒരുപാട് ഉദ്ധരണികൾ ഇത് ആവർത്തിച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഹാദാ ശിർക്കുൻ അക്ബർ, ഇത് ശിർക്കാണ്. ലിഅന്നഹും ഗായിബൂന അൻക മശ്ഗൂലൂന ബിശുഊനിഹിം അല്ലേ? നേരത്തെ മറ്റേ ഇവിടെ എഴുതിയല്ലോ, ഏത് കോഴിച്ചനയിൽ വാദം എഴുതിയപ്പോൾ അദൃശ്യമായ അഭൗതികമായ ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ലാത്തതുണ്ട് എന്നല്ലേ വാദിക്കുന്നത്. എന്നാൽ ജിന്നുകളുള്ള സഹായതേട്ടം എന്തുകൊണ്ട് ശിർക്കായി എന്ന ചോദ്യത്തിന് പണ്ഡിതന്മാർ പറഞ്ഞ ന്യായീകരണം കാര്യകാരണ ബന്ധത്തിനപ്പുറം അള്ളയാണെന്ന് വിശ്വസിച്ചാലേ എന്നല്ല. നേരെ മറിച്ച് അവർ നിങ്ങളെ തൊട്ട് ഗായിബുകളാണ്, ഗായിബീങ്ങളാണ്, മറഞ്ഞവരാണ്. അവരവരുടെ ലോകത്ത് അവരുടെ കാര്യകാരണ ബന്ധങ്ങളിൽ വിഹരിക്കുന്നവരാണ്. നിങ്ങളുടെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമാണത്. അവരുടെ കാര്യകാരണ ബന്ധം വേറെയാണ്. നമുക്കും കാര്യകാരണ ബന്ധമുണ്ട്, അവർക്കും കാര്യകാരണ ബന്ധമുണ്ട്, നമ്മൾ രണ്ടുപേരും ഒന്നായി എന്ന് പറഞ്ഞാൽ ശരിയാവൂല.